നമസ്കാരം. ചില സാഹചര്യത്തിൽ മനസ്സിൻ്റെ പ്രവർത്തനം നമ്മുടെ നിയന്ത്രണത്തിന് അതീതമാണ്. നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഉത്കണ്ഠാപരമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഏതോ ഒരു സാഹചര്യം, അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ നിരന്തരം നമ്മുടെ മനസ്സിലേക്ക് കയറി വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നു. ഇത് ആത്മവിശ്വാസക്കുറവിനും ഭയത്തിനും ഒക്കെ കാരണമാകുന്നുണ്ട്. ഈ ഒബ്സഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം നെഗറ്റീവായിട്ട് ബാധിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ ടെൻഷൻ മറികടക്കാനായിട്ട് മനസ്സ് കണ്ടെത്തുന്ന മറ്റൊരു കാര്യമാണ് ഈ ചിന്തയ്ക്ക് പകരമായിട്ട് മറ്റ് ചിന്തകൾ കൊണ്ടുവരിക, സംസാരം കൊണ്ടുവരിക, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രവൃത്തികൾ ആവർത്തിച്ച് ചെയ്യുക. ഇത് താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസത്തിന് വേണ്ടി മനസ്സ് കണ്ടെത്തുന്ന ഒരു ട്രിക്കാണ്. അതിനെയാണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഒരു വ്യക്തി ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതാണ് OCD. അപ്പോൾ ഇതിൻ്റെ കാരണത്തെക്കുറിച്ചും ലക്ഷണത്തെക്കുറിച്ചും പരിഹാരത്തെക്കുറിച്ചും ഒക്കെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. OCDയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഏതോ സാഹചര്യത്തോടുള്ള ഭയം. അത് ഓരോരുത്തർക്കും ഓരോന്നാണ്. ചിലർക്ക് രോഗവുമായിട്ട് ബന്ധപ്പെട്ട്, ചിലർക്ക് സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട്, ചിലർക്ക് അപകടമായിട്ട് ബന്ധപ്പെട്ട്, ചിലർക്കാണെങ്കിൽ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട, മറ്റു ചിലർക്ക് അഭിമാനവുമായിട്ട് ബന്ധപ്പെട്ട, അങ്ങനെ പല മേഖലകളിലാണ് ഈ ഭയം കിടക്കുന്നത്. അത് ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നു. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നെഗറ്റീവായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകാമല്ലോ. അതിനകത്ത് ഈ വ്യക്തി ഓവറായിട്ട് കോൺഷ്യസ് ആകുന്നു. അതാണ് ഈ അവസ്ഥയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തന്നെ നോർമലായിട്ടുള്ള ടെൻഷനൊക്കെ എല്ലാവർക്കും ഉണ്ട്. അത് സ്വാഭാവികമാണ്. ഇവിടെ ഞാൻ പറയുന്ന ആ കാര്യമല്ല. ഇച്ചിരി ഗ്രേഡ് കൂടിയ അല്ലെങ്കിൽ ഭയപരമായിട്ടുള്ള ചില ചിന്തകൾ നമ്മുടെ ജീവിതത്തെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ചില കെമിക്കൽസിൻ്റെ ഇംബാലൻസ്, അതും ഈ OCDക്ക് കാരണമാകുന്നുണ്ട്. ഇപ്പോൾ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഈ അവസ്ഥയിലുള്ള ഒരു വ്യക്തി ചില പ്രത്യേക രോഗത്തെ ആയിരിക്കും ഇവർ ഭയക്കുന്നത്. അത് വന്നാലുള്ള അവസ്ഥ എന്താണ്, അതിൻ്റെ തീവ്രത എന്താണ്, ഇതൊക്കെ തന്നെ ചിലരെ സംബന്ധിച്ച് ചില വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുന്നത്. എപ്പോഴും ഇങ്ങനെ ചിന്തിക്കേണ്ട ഒരവസ്ഥ, ഡിസ്റ്റർബ് ചെയ്ത് ചിന്തിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകാൻ കാരണം ചില വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും മൊബൈൽ ഫോണിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. മെസ്സേജ് വന്നോ നോക്കുന്നു, ഇൻഫർമേഷൻ വല്ലതും വന്നോ നോക്കുന്നു. അപ്പോൾ ഇടയ്ക്ക് മെസ്സേജൊക്കെ വന്ന് അതിങ്ങനെ വായിച്ചൊക്കെ കഴിയുമ്പോൾ ഒരാശ്വാസം. ഇനി മെസ്സേജ് വന്നില്ലെങ്കിലും ഇങ്ങനെ നോക്കിക്കഴിയുമ്പം ഒരാശ്വാസം. പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും നോക്കും. എനിക്ക് തോന്നുന്നു മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം പേർക്ക് ഇതിൻ്റെ ഒരു വേരിയേഷൻ ഉണ്ട്. അപ്പോൾ ഈ രോഗത്തോടുള്ള ഈ അമിതമായിട്ടുള്ള ഭയം കൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ദൈനംദിന പ്രവർത്തനത്തെ വരെ അത് ബാധിക്കുന്നുണ്ട്, നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമല്ലോ, അതേക്കുറിച്ചല്ല. അത് നമ്മുടെ മനസ്സിനെ ഡിസ്റ്റർബ് ചെയ്യാറേ ഇല്ല. അതുപോലെ മറവി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ലക്ഷണമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ മറക്കുന്നു. അപ്പം മറവിയുടെ കാരണം ഇതാണ്. ഏതോ ഒരു ഉത്കണ്ഠപരമായിട്ടുള്ള ചിന്ത നിരന്തരം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ഏകാഗ്രപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് നമ്മൾ ഏതോ ചില പ്രവൃത്തികൾ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയിൽ ഒരു കോൺസെൻട്രേഷൻ വരുന്നില്ല. ചിലരെ സംബന്ധിച്ച് ചില രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അമിതമായിട്ടുള്ള കെയറിങ്, പെർഫെക്ഷൻ, വൃത്തി ഒക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ സംശയം, ഇനി ഈ രോഗം എനിക്ക് വരുമോ, ഏതെങ്കിലും ഒരു സാഹചര്യം അതിന് അനുകൂലമുണ്ടായാൽ ഈ രോഗം എനിക്ക് വരുമോ, വന്നാലുള്ള തീവ്രത, അതുമായിട്ട് ബന്ധപ്പെട്ട് അവരിങ്ങനെ ഭാവന കാണുവാണ്. അങ്ങനെ അതൊരു ഭയത്തിലേക്ക്, ഉത്കണ്ഠയിലേക്ക് എത്തുന്നു. ചില കാര്യത്തിൽ സംശയങ്ങളുള്ളവർക്കും ഇങ്ങനെ തന്നെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉത്കണ്ഠാപരമായിട്ടുള്ള അല്ലെങ്കിൽ ടെൻഷൻപരമായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നിരന്തരം കയറി വരുന്നു. അതിന് പരിഹാരമായിട്ട് നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ ഉത്കണ്ഠ മാറ്റാനായിട്ടുള്ള നമ്മുടെ ഒരു ശ്രമം ഉണ്ടല്ലോ, ആ ശ്രമം നമ്മൾ ഉപേക്ഷിക്കണം, സ്റ്റോപ്പ് ചെയ്യണം, പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യണം. അതാണ് ഒന്നാമത്തെ കാര്യം. ആക്ച്വലി ഉത്കണ്ഠയേക്കാൾ നെഗറ്റീവായിട്ടുള്ളൊരവസ്ഥയാണ് അത് മാറ്റാനായിട്ട് നമ്മളിങ്ങനെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ചിന്തയെ അങ്ങ് അംഗീകരിക്കണം, ആ ഒരു സംശയത്തെ അങ്ങ് അംഗീകരിക്കണം, ആക്സെപ്റ്റ് ചെയ്യണം. അപ്പം ഞാനിവിടെ പറഞ്ഞു വരുന്നത്, മാറ്റാൻ പറ്റാത്ത എന്താണ്
അതിനെ അംഗീകരിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം ആ വ്യക്തിയെ അതുപോലെ തന്നെ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മാറ്റാനായിട്ട് കുറേ ശ്രമങ്ങളൊക്കെ നടത്തി, എന്നിട്ടൊന്നും പറ്റുന്നില്ല. ആ വ്യക്തിയെ അതുപോലെ തന്നെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് യഥാർത്ഥത്തിൽ അവിടെ മാറ്റേണ്ടത്. ആ വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവത്തിനാണ് മാറ്റം വരുത്തേണ്ടത്. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരുത്താതെ ആ വ്യക്തിയെ നമ്മൾ മാറ്റാനായിട്ട് നോക്കുന്നു. അതാണ് അവിടുത്തെ ഡിസ്റ്റർബൻസിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ അതേപോലെ അങ്ങ് അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകളൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. അതൊരു മെഡിറ്റേഷനാണ്. അതിനുവേണ്ടി നമ്മളൊരു മുറിയിൽ സ്വസ്ഥമായിട്ട്, ശാന്തമായിട്ട്, സമാധാനമായിട്ട് ഒരു കസേരയിലിരിക്കുന്നു. ഡീപ് ബ്രീത്തൊക്കെ എടുത്ത് ഒന്ന് റിലാക്സ് ചെയ്ത് ശേഷം കണ്ണുകൾ അടച്ച് നമുക്ക് ഉത്കണ്ഠാപരമായിട്ടുള്ള ഏത് ചിന്തയാണോ നമ്മുടെ മനസ്സിലേക്ക് നിരന്തരം വരുന്നത് അതിനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടത്തിവിടുക, അല്ലെങ്കിൽ കടന്നു വരാൻ അനുവദിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും തീവ്രമായ അവസ്ഥ നമ്മൾ ഫാൻറ്റസി കാണണം, ബോധപൂർവം. എന്ന് വെച്ചാൽ അവിടെ സംഭവിക്കാവുന്ന ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് നമ്മൾ വെറുതെ അങ്ങ് സങ്കല്പിക്കുക. കുറച്ച് സമയം ഇങ്ങനെ നമ്മൾ ഫാൻറ്റസി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വല്ലാത്ത ടെൻഷൻ തോന്നും. ഈ സമയം നമ്മൾ മൂക്കിൽ കൂടി ഡീപ്പായിട്ട് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശക്തമായിട്ട് വായിൽ കൂടി ശക്തമായിട്ട് പുറത്തേക്ക് വിടുക. വീണ്ടും ഫാൻറ്റസി കാണുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചിന്തകളും നമ്മൾ ഫാൻറ്റസിയിൽ കൊണ്ടുവരിക. അപ്പോൾ ഇതൊരു തുടർച്ചയായിട്ട് ഈ ഒരു കാര്യം ഒരു 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. 21 ദിവസം കഴിയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഏത് ചിന്ത വന്നാലും അതൊരു ഉത്കണ്ഠ അല്ലാതാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു കാര്യം കമ്പൽസീവായിട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്കൊരു തോന്നൽ വരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, നിങ്ങളെ അത് ഡിസ്റ്റർബ് ചെയ്യുന്നു. ഈ സമയത്ത് ചെയ്യേണ്ടത്, ആ ചെയ്യാൻ തോന്നൽ വരുന്ന സമയം 1 മണിക്കൂറത്തേക്ക് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുന്നു. 1 മണിക്കൂർ കഴിഞ്ഞ് ചെയ്യാം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. അപ്പോൾ ഈ ഒരു സമയം, ഈ 1 മണിക്കൂർ നമുക്ക് മൈൻഡ്ഫുൾനെസ് കിട്ടുന്ന മറ്റേതെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് പോകണം, ബോധപൂർവം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പഴയ രീതി ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡ് കാണിച്ചുകൊണ്ടേയിരിക്കും. എന്നാലും കോൺഷ്യസ് ആയിട്ട് ആ ഒരു ചിന്ത നമ്മൾ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകണം. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അണപ്പ് വരുന്ന രീതിയിലുള്ള, നമ്മുടെ പ്രഷർ നന്നായിട്ട് കൂടുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ഒരു എക്സർസൈസ് എല്ലാ ദിവസവും ഒരു 30 മിനിറ്റ് ചെയ്യണം. നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കെമിക്കൽസിൻ്റെ ബാലൻസിന് വ്യായാമവും അതുപോലെ തന്നെ പോഷകാഹാരവും നിർബന്ധമുണ്ട്. അഞ്ചാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ അമിതമായിട്ട് ഉത്കണ്ഠപ്പെടുന്നത് അതിന് അമിതമായിട്ടുള്ളൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഓൾറെഡി തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾക്ക് ഇത്രയും പ്രാധാന്യം വരുന്നത്. അത് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഇനി മുതൽ അതിന് പ്രാധാന്യം കുറയ്ക്കുന്ന രീതിയിലുള്ള, ആ ഒരു കാര്യത്തിന് വലിയ പ്രാധാന്യമില്ലാത്ത രീതിയിലുള്ള ചിന്ത വേണം നിങ്ങൾ ബോധപൂർവം ചിന്തിക്കാൻ. അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുന്ന ഏത് കാര്യവും അപ്പുറത്ത് നെഗറ്റീവായിട്ട് മാറും. അപ്പം ഞാൻ ഈ പറഞ്ഞ 5 കാര്യം തുടർച്ചയായിട്ട് പ്രാക്ടീസ് ചെയ്യുക, മിനിമം 21 ദിവസമെങ്കിലും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.